പൂയംകുട്ടിപ്പുഴയിലെ ബ്ലാവനക്കടവിൽ പാലം നിർമ്മാണത്തിനുള്ള സാധ്യത പരിശോധിക്കുന്നു. സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ നടന്നുവരികയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ. പാലം യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പാക്കാൻ ഇനിയും ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പൂയംകുട്ടിപ്പുഴയിലെ ബ്ലാവനക്കടവിൽ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ചില കത്തിടപാടുകൾ നടക്കുകയും സംസ്ഥാന ബജറ്റുകളിൽ സ്ഥിരം പ്രഖ്യാപനങ്ങളിലൊന്നായി മാറുകയും ചെയ്തതൊഴിച്ചാൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ചെറിയ പ്രതീക്ഷ കൈവന്നിരിക്കുന്നത്. പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വിവിധ ആദിവാസി ഉന്നതികളിലുള്ളവരും പ്രദേശവാസിയായ ജോർജ് കുട്ടി കൂനത്താനും ഫാം സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിജുമോൻ ഫ്രാൻസിസുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ തുടർന്ന് കോടതി നൽകിയ നിർദ്ദേശപ്രകാരമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇപ്പോഴത്തെ നടപടികൾ. ബ്ലാവനയിലെ പാലം യാഥാർത്ഥ്യമായാൽ തേര, കുഞ്ചിപ്പാറ, വാരിയം, തലവച്ചപ്പാറ, മീങ്കുളം, മാപ്പിളപ്പാറ, ചേമ്പുംകണ്ടം, പെട്ടിവര എന്നീ ആദിവാസി ഉന്നതികളിലുള്ളവർക്കും കല്ലേലിമേട്ടിലെ താമസക്കാർക്കും യാത്രാ സൗകര്യമാകും. ഇപ്പോൾ ബ്ലാവനക്കടവിലെ അപകട സാധ്യതയുള്ള ജങ്കാർ സർവീസാണ് അവരുടെ ഏക ആശ്രയം. ജസ്റ്റിസ് ബിച്ചു കുര്യൻ സാറാണ് കഴിഞ്ഞ ദിവസം കേസെടുത്തത്. എന്തായാലും കോടതിയുടെ നിർദ്ദേശപ്രകാരം 8,93,000 രൂപ ഇതിന്റെ സർവേ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി കെട്ടിവെച്ചിട്ടുണ്ട്. അതിന്റെ ഫയലിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിയും ഇത് 2020 കേന്ദ്രാനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചത്. പക്ഷെ 3 വർഷം കഴിഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ അനുമതി കൊടുക്കേണ്ടി വരും. രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ കല്ലേലിമേട് എന്ന് പറഞ്ഞ 2ാം വാർഡ് ആദിവാസി മേഖലകളിലുള്ള ഒരുപാട് പേര് ഈ വഴി മാത്രമാണ് കടന്നു പോകുന്നത്. 20-25 കിലോമീറ്റർ ഉള്ളിൽ കൂടെ വന്ന് ഈ പുഴയുടെ അക്കരെ വന്ന് രാത്രി കാലങ്ങളിൽ തങ്ങേണ്ട ഗതികേട് വരെയുണ്ട്. മരണപ്പെടുന്നവരെ വലിയ മഴയുള്ള സമയത്ത് ഈ കടവിലൂടെ ഇക്കരെ കയറ്റാൻ പറ്റാത്ത ഗതികെട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ മറന്നു വെച്ച് ഈ വനം വകുപ്പിന്റെ ഇത്രയും നിഷേധാത്മകമായ നിലപാടുകൾക്ക് അപ്പുറത്ത് ശക്തമായ നിലപാട് സ്വീകരിക്കാനായിട്ട് ഭരണ സംവിധാനങ്ങൾ കൂടെ ഉണ്ടാകണം. കാരണം 2016 മുതൽ 10 വർഷം ഹൈക്കോടതി ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ അവസാനം ഇതിനൊരു വിധി വന്നിരിക്കുന്നത്. പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് മുമ്പ് ആലോചിച്ചപ്പോഴെല്ലാം വനം വകുപ്പാണ് തടസ്സമായത്. വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ പാലം നിർമ്മാണം സാധ്യമാകില്ല. സർവേ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ചാലും നിർമ്മാണ ഘട്ടത്തിലെത്തണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കേണ്ടതുണ്ട്. GTV ന്യൂസ്, കുട്ടമ്പുഴ.